ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. നാം അധിവസിക്കുന്ന ഗ്രഹം ഏതാണ്? നാം അധിവസിക്കുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ഭൂമി. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം എത്ര? ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം എത്ര? ഉത്തരം 3,84,404 കിലോമീറ്റർ. ഭൂമി സ്വയം കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര? ഭൂമി സ്വയം കറങ്ങാൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം 24 മണിക്കൂർ, അതായത് ഒരു ദിവസം. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്? ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്? ഉത്തരം സെലനോളജി. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ. ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്ര? ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്ര? ഉത്തരം 1.3 സെക്കൻഡ്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം എത്ര? ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം എത്ര? ഉത്തരം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ചന്ദ്രനിൽ വസ്തുക്കളുടെ ഭാരം എത്ര? ചന്ദ്രനിൽ വസ്തുക്കളുടെ ഭാരം എത്ര? ഉത്തരം ഭൂമിയിൽ അനുഭവപ്പെടുന്നതിന്റെ 1/6. ഒരു മാസത്തിൽ രണ്ടാമതായി കാണുന്ന ചന്ദ്രനെ പറയുന്ന പേരെന്ത്? ഒരു മാസത്തിൽ രണ്ടാമതായി കാണുന്ന ചന്ദ്രനെ പറയുന്ന പേരെന്ത്? ഉത്തരം ബ്ലൂ മൂൺ, അതായത് നീലചന്ദ്രൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന്? ഉത്തരം 1969 ജൂലൈ 21. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാണ്? മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാണ്? ഉത്തരം അപ്പോളോ 11. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആര്? ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ ആളാര്? നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ ആളാര്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. അപ്പോളോ 11 ഉണ്ടായിരുന്ന മൂന്നാമൻ ആര്? അപ്പോളോ 11 ഉണ്ടായിരുന്ന മൂന്നാമൻ ആര്? ഉത്തരം മൈക്കൽ കോളിൻസ്. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേര്? ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേര്? ഉത്തരം ചാന്ദ്രയാൻ. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകമേത്? ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകമേത്? ഉത്തരം ലൂണ 1. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ പരിപാടിയുടെ പേരെന്ത്? ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ പരിപാടിയുടെ പേരെന്ത്? ഉത്തരം മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്?
ഉത്തരം എഡ്യൂസാറ്റ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര്? ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര്? ഉത്തരം യൂറി ഗഗാറിൻ, റഷ്യ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വനിത ആര്? ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വനിത ആര്? ഉത്തരം വാലന്റീന തെരഷ്കോവ, റഷ്യ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ആര്? ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏത്? ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏത്? ഉത്തരം ലേക്ക എന്ന പട്ടി. ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേരെന്ത്? ഉത്തരം ISRO, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ലോകത്തെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ലോകത്തെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1, റഷ്യ. അമേരിക്കൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേരെന്ത്? അമേരിക്കൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേരെന്ത്? നാസ, അതായത് നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരെന്ത്? അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര് എന്ത്? ഉത്തരം ആസ്ട്രോനോട്സ്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര് എന്ത്? റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര് എന്ത്? ഉത്തരം കോസ്മോനട്സ്. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എത്ര? ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എത്ര? ഉത്തരം 365 ദിവസം, അതായത് 1 വർഷം. സൂര്യനും അതിനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ഉൾപ്പെട്ട കുടുംബത്തിന് പറയുന്ന പേരെന്ത്? സൂര്യനും അതിനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ഉൾപ്പെട്ട കുടുംബത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏത്? സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏത്? ഉത്തരം സൂര്യൻ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്ര? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്ര? ഉത്തരം 15 കോടി കിലോമീറ്റർ. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം 8 മിനിറ്റ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത്? ഉത്തരം സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഉത്തരം ചൊവ്വ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഉത്തരം ബുധൻ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഉത്തരം നെപ്റ്റ്യൂൺ. ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. വലയങ്ങളുള്ള ഗ്രഹം ഏത്? വലയങ്ങളുള്ള ഗ്രഹം ഏത്? ഉത്തരം ശനി. തിളക്കമുള്ള ഗ്രഹം ഏത്? തിളക്കമുള്ള ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ.
ചുവന്ന ഗ്രഹം ഏത്? ചുവന്ന ഗ്രഹം ഏത്? ഉത്തരം ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ചൊവ്വ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏത്? സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏത്? ഉത്തരം പ്ലൂട്ടോ. ചന്ദ്രന്റെ പ്രകാശത്തിനു കാരണം എന്താണ്? ചന്ദ്രന്റെ പ്രകാശത്തിനു കാരണം എന്താണ്? ഉത്തരം സൂര്യന്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ട്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം പറയുന്ന യൂണിറ്റ് ഏത്? നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം പറയുന്ന യൂണിറ്റ് ഏത്? ഉത്തരം പ്രകാശവർഷം. ചന്ദ്രനിലിറങ്ങിയ ആദ്യ പേടകം ഏത്? ചന്ദ്രനിലിറങ്ങിയ ആദ്യ പേടകം ഏത്? ഉത്തരം ലൂണ 9. ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ചതാര്? ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ചതാര്? ഉത്തരം ജെയിംസ് ഇർവിൻ. ജെയിംസ് ഇർവിൻ ചന്ദ്രനിലൂടെ ഓടിച്ച വാഹനത്തിന്റെ പേര്? ജെയിംസ് ഇർവിൻ ചന്ദ്രനിലൂടെ ഓടിച്ച വാഹനത്തിന്റെ പേര്? ഉത്തരം റോവർ. മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണം കൊണ്ടുവന്ന വാഹനത്തിന്റെ പേര്? മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണം കൊണ്ടുവന്ന വാഹനത്തിന്റെ പേര്? ഉത്തരം ലൂണ 16. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കാൾ സാഗൻ. ബഹിരാകാശത്ത് ആദ്യമായി നടന്ന ആളാര്? ബഹിരാകാശത്ത് ആദ്യമായി നടന്ന ആളാര്? ഉത്തരം അലക്സി ലിയനോവ്. യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനത്തിന്റെ പേരെന്താണ്? യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനത്തിന്റെ പേരെന്താണ്? ഉത്തരം വോസ്റ്റോക്ക് 1. ചന്ദ്രനെ ആദ്യമായി വലം വെച്ച ഉപഗ്രഹം ഏത്? ചന്ദ്രനെ ആദ്യമായി വലം വെച്ച ഉപഗ്രഹം ഏത്? ഉത്തരം ലൂണ 10. ചന്ദ്രൻ സ്വയം തിരിയാനെടുക്കുന്ന സമയം എത്ര? ചന്ദ്രൻ സ്വയം തിരിയാനെടുക്കുന്ന സമയം എത്ര? ഉത്തരം 27 ദിവസം. അമേരിക്കയുടെ ചന്ദ്ര ഗവേഷണ പദ്ധതിയുടെ പേരെന്ത്? അമേരിക്കയുടെ ചന്ദ്ര ഗവേഷണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം അപ്പോളോ മിഷൻ. കറുത്ത വാവിനും വെളുത്ത വാവിനും ഇടക്കുള്ള ദിവസങ്ങൾ എത്ര? കറുത്ത വാവിനും വെളുത്ത വാവിനും ഇടക്കുള്ള ദിവസങ്ങൾ എത്ര? ഉത്തരം 14 ദിവസം. ലേക്ക് സഞ്ചരിച്ച വാഹനത്തിന്റെ പേരെന്ത്? ലേക്ക് സഞ്ചരിച്ച വാഹനത്തിന്റെ പേരെന്ത്? ഉത്തരം സ്പുട്നിക് 2. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ബഹിരാകാശ സഞ്ചാരി ആര്? ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം കൽപ്പന ചൗള. ബഹിരാകാശത്ത് കൂടുതൽ കാലം താമസിച്ച ഇന്ത്യൻ വനിത ആര്? ബഹിരാകാശത്ത് കൂടുതൽ കാലം താമസിച്ച ഇന്ത്യൻ വനിത ആര്? ഉത്തരം സുനിത വില്യംസ്. കൊളംബിയ ബഹിരാകാശ വാഹനം തകർന്ന് കൊല്ലപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? കൊളംബിയ ബഹിരാകാശ വാഹനം തകർന്ന് കൊല്ലപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം കൽപ്പന ചൗള. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണിക്കുന്ന ഉപകരണം ഏതാണ്? ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ടെലസ്കോപ്പ് അഥവാ ദൂരദർശിനി. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഹാൻസ് ലിപ്പർഷെ. ടെലസ്കോപ്പ്
ഉപയോഗിച്ച് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ആര്? ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ആര്? ഉത്തരം ഗലീലിയോ ഗലീലി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? ഉത്തരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? ഉത്തരം തുമ്പ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. ഉത്തരം വിക്രം സാരാഭായ്. ശാസ്ത്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ശാസ്ത്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 28.